കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise the holy name of the Lord. ഈ പ്രിയ ദൈവസഭയെയും ശുശ്രൂഷകനെയും ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവസന്നിധി സന്തോഷമുണ്ട്. നമുക്ക് ഒന്നിച്ച് ലഭിക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. I praise the Lord for this blessed fellowship that we have, and I'm so joyful in God's presence for this church and for the man of God who leads the church and all the believers. വിൽസ് പാസ്റ്ററെയോ അല്ലെങ്കിൽ ജെയ്സൺ ബ്രദറിനെ മാത്രമേ അല്പമായൊരു പരിചയമെങ്കിലും ഉള്ളുവെങ്കിലും നമ്മെ എല്ലാം പരിചയമുള്ള കർത്താവ് നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I only know Pastor Wills or Brother Jason in a very limited way, but I thank the Lord that he knows us all and he's in our midst. 1982 ഞാൻ രക്ഷിക്കപ്പെട്ടു. 86 മുതൽ ദൈവവേലയിലായിരിക്കുന്നു. ഒരു ദീർഘവർഷം മലബാറിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം നോർത്ത് ഇന്ത്യയിലായി മറ്റുമൊക്കെ കർത്താവിന്റെ വേലയിൽ തുടരുന്നു. I was saved in 1982 and from 1986 I have been in the ministry. For many years I served the Lord in the Malabar region and also in North India. അതുകൊണ്ട് എന്നെ പരിചയമുള്ളവരും തന്നെ പൊതുവെ കുറവാണ്. അത് നമുക്കൊരു വിഷയമല്ല. നമുക്കൊന്നിച്ച് ദൈവവചനം ചിന്തിപ്പാൻ ലഭിച്ച ദൈവത്തിന്റെ ആ ഒരു പ്രത്യേക ദാനം ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Therefore, there are very few people who are acquainted to me, but that does not matter. I praise God for this time that we have to meditate on God's word together. എന്നെ അങ്ങനെ പരിചയമെന്ന് അധികം പോലും എനിക്ക് അറിയില്ല. എങ്കിലും ഷാർജയിലുള്ള ബ്ലസൻ പാസ്റ്റർ മുഖാന്തരമായിരിക്കണം. ഏതായാലും നിങ്ങളെ ആ ദൈവദാസനെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Probably the mutual relationship we have is through Pastor Blesson, who is in Sharjah. I praise God for him as well. ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്നിടത്ത് എന്നെ പോലുള്ളവരുടെ പ്രസക്തി പലപ്പോഴും രണ്ടു പ്രാവശ്യം ചിന്തിക്കാറുണ്ട്. I often think twice about the significance of a person like myself in a situation where there is fasting and prayer. പെന്തക്കോസ്റ്റൽ ചർച്ചുകളിൽ ഉപവാസം പ്രാർത്ഥന എന്നത് അല്പം ഇമോഷണൽ ടൈമുകൾക്ക് താല്പര്യം കൂടുതൽ കൊടുക്കുന്ന വേളകളാണ്. Usually we see moments of fasting and prayer as a time when Pentecostal churches give importance to a kind of emotional feeling. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്നെ പോലുള്ളവർ അപ്രസക്തമാകാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തതെങ്കിലും കർത്താവല്ലേ ശുശ്രൂഷ തരുന്നത്, അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. Therefore, in such situations, I think that I am often insignificant, people like me. So I think twice. But however, I thank the Lord for this opportunity that He has given to share God's word. നിങ്ങളെക്കാൾ വിദ്യാഭ്യാസത്തിലോ അനുഭവത്തിലോ മറ്റേതെങ്കിലും വിഷയത്തിൽ മുൻപിൽ നിൽക്കുന്നത് കൊണ്ടല്ല, കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞാൻ നിങ്ങളോട് മുമ്പിലായിരിക്കുന്നു. It is not because I am more gifted or educated or experienced than you that I am before you, but it is only that I have received this ministry as by the mercy of God. ആത്മീയ കാര്യങ്ങളിൽ നിങ്ങളെ പോലെ തന്നെ ഞാനും വളരേണ്ടുന്നവനും വളരുന്നവനുമാണ്. ആത്മീയ വിഷയങ്ങളിലും എല്ലാവരും നിങ്ങളിൽ ഒരുവനാണ്. പക്ഷെ ശുശ്രൂഷയിൽ ദൈവം എന്നെ ഇത് ഏൽപ്പിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മധ്യേ ശുശ്രൂഷകനായിരിക്കുന്നു. In all spiritual things, I am also just as one among you. I am growing and I am learning as well. It is only that the ministry which the Lord has entrusted to me, hence I am before you. ഈ ദിവസങ്ങളിലെ ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവവചന ശുശ്രൂഷ നമുക്ക് ഏറിയ സന്തോഷമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that the ministry of God's word and this fasting and prayer will be a blessing and a joy in our lives. സദൃശ്യവാക്യങ്ങൾ ഞാൻ വായിക്കണ്ട. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമുക്കതിന്റെ 28-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ കാണുന്നത് ഉണ്ട്. അതൊന്ന് ഓർപ്പിക്കുവാൻ വേണ്ടി ഓർക്കുന്നതാണ്. 28:9 നാം ഇങ്ങനെ വായിക്കുന്നത്: ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകും. The book of Proverbs chapter 28 verse 9 reads like this: one who turns away his ear from hearing the law, even his prayer is an abomination. എന്ന് പറഞ്ഞാൽ ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്നിടത്ത് പ്രാർത്ഥനയ്ക്കല്ല പ്രയോറിറ്റി, ദൈവവചനത്തിനാണ്. What it means is where there is fasting, it is not prayer that is most important, but it is the word of God that is most important. ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ലാത്തവന്റെ പ്രാർത്ഥന കർത്താവിന് വെറുപ്പാകുന്നു എന്ന കർത്താവ് പറയുന്നു. The Lord says that if someone is not willing to hear his word, his prayer is an abomination to him.
പ്രാർത്ഥന ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. Prayer is myself speaking to God. ദൈവവചനം ദൈവം എന്നോട് സംസാരിക്കുന്നതാണ്. And the word of God is how God speaks back to me. വലുത് ദൈവം എന്നോട് സംസാരിക്കുന്നത് തന്നെയാണ്. And what is bigger is God speaking to me. ഞാൻ ദൈവത്തോട് പറയുന്നതിനേക്കാൾ വലുത് ദൈവം എന്നോട് സംസാരിക്കുന്നതാണ്. It is a bigger matter that God speaks to me than myself speaking to God. അതുകൊണ്ട് പ്രാർത്ഥനയേക്കാൾ വിലപ്പെട്ടത് ദൈവവചന കേൾവി തന്നെയാണ്. Therefore, we understand that the hearing of God's word is more important and precious than prayer. പ്രാർത്ഥനയെ ഞാൻ തുച്ഛീകരിക്കുകയല്ല, പക്ഷെ പ്രയോറിറ്റി നാം തിരിച്ചറിയണമെന്ന് മാത്രം. I am not belittling prayer, but we should understand our priorities. അതുകൊണ്ട് ദൈവവചനത്തോടുള്ള നമ്മുടെ താല്പര്യം എത്ര നല്ലതാണോ അതനുസരിച്ച് ഈ ദിവസങ്ങൾ വചനം നമുക്ക് അനുഗ്രഹമായി തീരും. Therefore, how much more we are interested in God's word, this ministry will be a blessing to us. നമുക്കറിയാമല്ലോ, എത്യോപ്യക്കാരനെ ഒരു ഷണ്ണനെ കുറിച്ച് നമുക്ക് അറിയാം. We have heard of that Ethiopian eunuch. കാരണം ആ മനുഷ്യൻ ആലയത്തിലേക്ക് വരാൻ യാതൊരു ആവശ്യമില്ല, കാരണം ആലയത്തിൽ കയറ്റുകയില്ല. Actually, there was really no need for him to come to the temple because he is not allowed to enter there. പിന്നെ എന്തിനാ മനുഷ്യൻ വന്നത്? Then why did he come there? അയാൾക്ക് അതിന്റെ പുറംപോക്കിൽ നിൽക്കാനുള്ള അവകാശമേ ഉള്ളൂ, എങ്കിലും അയാൾ ദൈവസന്നിധിയിലേക്ക് വരികയാണ്. He only has the right to stay somewhere in the surrounding area, but he is still coming into God's presence. ഇത്രയും ദൂരെ നിന്ന് വന്നിട്ടും അകത്ത് കയറാൻ കഴിയാത്ത മനുഷ്യൻ പുറത്ത് നിന്നൊരു വചനഭാഗം മേടിച്ച് വായിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. He has traveled such a long distance and he is just allowed to stay in the outer area. He purchases a scroll of God's word and he goes back. ദിവസങ്ങളായുള്ള ഈ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മളാണ് കിടന്നുറങ്ങുമായിരുന്നു, പക്ഷെ ആ മനുഷ്യൻ ലഭിച്ച ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുന്നു. After the festival that has lasted many days, many of us would probably fall asleep, but he was reading God's word. ആ മനുഷ്യന്റെ വായനയിൽ അയാൾക്കത് മനസ്സിലാകുന്ന പോലുമില്ല, എന്നിട്ടും അയാൾ വായിക്കുന്നു. In his reading, he is not even able to understand, yet he continues to read. നമുക്കറിയാം, ദിനവൃത്താന്തമോ അല്ലെങ്കിൽ കടിച്ചാ പൊട്ടാത്ത പ്രവചന പുസ്തകങ്ങൾ കിട്ടിയാൽ നമ്മളൊന്ന് പെട്ടെന്ന് വായിച്ച് തള്ളിവിടുകയുള്ളൂ. പക്ഷേ ഈ വായിച്ചിട്ട് മനസ്സിലാകാത്തത് പോലും ആ മനുഷ്യൻ വായിച്ചു. We ourselves, if it is the book of the Chronicles or some of the prophetical portions, we would not even bother to read it. But this man, even though he was not understanding, he persisted in reading. ആ വചനത്തോടുള്ള സ്നേഹം കണ്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത അത്ഭുതകരമായ വഴിയിൽ ഒരു ഉപദേശിയെ വിട്ട് വചനം പഠിപ്പിച്ചു കൊടുത്തു. When God saw this man's interest to the word of God, he did a miracle that has never been done before, and he sent one of his servants to speak to this man. ആ ഹെമിസ്ഫിയറിലെ ആദ്യത്തെ വിശ്വാസിയായിട്ട് ആ മനുഷ്യനെ ദൈവം കണ്ടു. And God saw this Ethiopian eunuch as the first believer in that hemisphere. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ സ്നേഹിപ്പാൻ ഇന്ന് ഈ കൂട്ടായ്മയിൽ നാം എത്രത്തോളം തയ്യാറാണോ അത്രയും ദൈവവചനത്തിന്റെ പൊരുൾ തിരിച്ചു തരാനും കർത്താവ് തയ്യാറാവും. This just means that how much prepared we are to show interest in God's word, that much interest God will also show to reveal his word to us. കർത്താവിന്റെ വചനത്തെ സ്നേഹിപ്പാൻ എനിക്കറിയാം, പണ്ട് ഞാൻ ഫിസിക്സ് പഠിക്കുന്ന കാലത്ത് എനിക്ക് ഫിസിക്സ് അത്ര ഇഷ്ടമല്ല, മാത്സ് ഇഷ്ടം. Many years ago, when I used to learn physics, I was not so interested in physics, but I was interested in maths. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറിനെ എനിക്ക് ഇഷ്ടമല്ല, അതാ വിഷയം. The reason for that is because the teacher who taught me physics, I didn't like him. ഇതുപോലെ നമ്മളൊരു സബ്ജക്റ്റിനോട് താല്പര്യം എങ്ങനെയാണോ അതുപോലെ നമ്മൾ അതിനെ പഠിക്കുള്ളൂ. This also means that in which way we are interested in the subject, that's how we will learn it. ഇമോഷണലായി നമുക്ക് ലഭിക്കുന്ന ഒരു ആവേശമാണ് വലുതെങ്കിൽ ദൈവവചനത്തിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. If we are only interested in some kind of an emotional experience, we will not be able to receive anything from God's word. എന്നാൽ ശാസിക്കുകയും ശിക്ഷിക്കുകയും തർജ്ജനം ചെയ്യുകയും നീതിയിൽ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവവചനത്തോടാണ് താല്പര്യമെങ്കിൽ ആ ക്രിയ ദൈവം നമ്മിൽ നടത്തും. But if we are interested in the word of God that disciplines us, that rebukes us and grow and makes us to grow in righteousness, then God will cause that work to happen in us. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ദൈവവചന പഠനം, ഉപവാസം, പ്രാർത്ഥന നമുക്ക് ആ വിധത്തിൽ അനുഗ്രഹമാകാൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം.
So let us all continue in prayer that in this way the word of God and this fasting will be a blessing in our lives. ഗുരു വന്നിട്ടുണ്ട്, അവൻ നമ്മെ പഠിപ്പിക്കട്ടെ, ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. The teacher has come, let him teach us, and may the Lord comfort us. അതുകൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് പുൾപിറ്റ് അല്ല, രാജു തോമസ് അല്ല, ദൈവവചനമാണ്. Therefore, it is not the preacher who should be controlling you, but it's the word of God. ഞാൻ എത്ര നന്നായി അവതരിപ്പിച്ചാലും ശരി, വചനത്തിന് നിരക്കുന്നില്ലെങ്കിൽ മാറ്റി വെച്ചേക്കണം. How much I may present God's word, if it does not agree with the word itself, you should lay it aside. കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും വചന വിരുദ്ധമാണെങ്കിലും മാറ്റി വെക്കാൻ അവകാശമുണ്ട്. Which means that if you don't understand it, or if what I'm saying is contrary to God's word, you have the right to lay it aside. എന്നാൽ വചനപ്രകാരമാണെന്ന് ബോധ്യം വന്നാൽ നിലവിലുള്ള ഏത് പാരമ്പര്യത്തിനും അപ്പുറം അതിനെ സ്വീകരിക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട്. But if you understand within that this is God speaking to you, you have the right to accept it, going beyond any traditional thought that might be in your mind. കാരണം നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്, അത് നമുക്ക് അനുഗ്രഹമായി തീരും. Because it's the word of God that leads us and it will be a blessing in our lives. ഈ സെഷനുകളിലൂടെ പ്രധാനമായി ഞാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്ട് നമ്മുടെ ആത്മീക സ്റ്റെബിലിറ്റി, ഒരു ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ്. The main topic that I would like to bring before you is about our spiritual stability or equilibrium. നിലനിൽക്കുന്ന ഒരു വിശ്വാസത്തിന്റെ സ്ഥിരത എന്ന വിഷയം നമുക്കൊന്ന് ചിന്തിപ്പാൻ താല്പര്യപ്പെടുകയാണ്. I wish to think about a matter about the faith that is enduring and stable. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് നിലവാരത്തിൽ പഠിച്ചു നിൽക്കുന്നു എന്ന് എനിക്ക് അറിയില്ല. One problem here is I do not know to what level you have learned this subject. ഒന്നാം ക്ലാസ്സിലെ എൻജിഒഡി പഠിക്കുന്ന ആളും ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിക്കുന്ന ആളും ഒരു ഒറ്റ ക്ലാസ്സിലാണ് ഉള്ളത്. It is the situation where a person who is in grade 1 as well as a chartered accountant is in the same class. അവരെ കണക്ക് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകാം. And in the same way that there is difficulty to teach him maths will also happen here. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ തെറ്റ് പറ്റുകയില്ല, കാരണം അതാതിന്റെ ആഹാരം കൊടുക്കാൻ ദൈവത്തിന് അറിയാം. However, the Holy Spirit will not make a mistake because he knows to give food to each creature. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ പഠനത്തിൽ നിങ്ങളുടെ ആത്മീക നിലവാരത്തിന് യോഗ്യമായത് ദൈവം ഇതിൽ നിന്ന് തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. Therefore, I pray that in the Bible study of these days, God will give you the spiritual food that is best for you. യൂദയുടെ ലേഖനത്തിന്റെ അവസാനത്തെ 2 വാക്യം നമുക്ക് വായിക്കാം. Let us turn to the last couple of verses in the epistle of Jude. 24-25 ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? Jude verse 24 and 25. Can somebody read it, please? മൈക്ക് ഓൺ ചെയ്താൽ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം, കുഴപ്പമില്ല. നിങ്ങളുടെ കൂടെ ഇന്ററാക്ഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും കാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഓക്കെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം ആധാരമായി ചില വിഷയങ്ങൾ നമുക്ക് ചിന്തിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. We wish to think of certain things depending on this passage which is before us. ഇന്നത്തേത് ഒരു മുഖവുരയുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് നിൽക്കട്ടെ, കാരണം വരും ദിവസങ്ങളിൽ നമുക്ക് ആ ബേസിൽ നിന്നായിരിക്കും കാര്യങ്ങൾ ചിന്തിക്കുക. Let this class today just be an introduction to this topic because we will continue meditating on this in the coming sessions. നമുക്കറിയാം, ബൈബിളിലെ ലേഖനങ്ങളിൽ വെച്ച് അവസാനത്തെ ലേഖനമാണ് യൂദയുടെ ലേഖനം. We know that the epistle of Jude is the last epistle in the Bible. ആ ലേഖനം ഒരു ചെറിയ ലേഖനം, 25 വാക്യങ്ങളായി നാം കാണുന്ന ഒരു ലേഖനം. And it is a very short epistle of 25 verses. നമുക്കറിയാം, ലേഖനകർത്താക്കൾ ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ അവരാരും വാക്യവും നമ്പറും ഇട്ടല്ല എഴുതിയത്. അതൊക്കെ 11ാം നൂറ്റാണ്ടിൽ റോബർട്ട് സ്റ്റീഫൻസൺ ആണ് നമ്പറും വാക്യങ്ങളും ഒക്കെ ആക്കി വേർതിരിച്ചത്. We know that the authors of these epistles did not divide them into verses, but it was much later in the 11th century that Robert Stevenson
split these passages into verses. അതുകൊണ്ടൊരു കണ്ടിന്യൂറ്റി നമുക്ക് ഇതിനകത്ത് എപ്പോഴും കാണാം. നമ്മളാണ് ഇതിനെ വാക്യങ്ങൾ എളുപ്പത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ആക്കിയത്. Therefore, it is just for our convenience that this is divided into verses, but indeed there is a continuity in this passage. ലേഖനങ്ങളിലെ അവസാനത്തെ ലേഖനമായതുകൊണ്ട് അത് അപ്രസക്തമോ പ്രസക്തി കുറവുള്ളതോ ആയിത്തീരുന്നില്ല. Since this is the last epistle, it does not mean that it is any less in significance. നമുക്കറിയാം റോമാലേഖനം മുതൽ യൂദ വരെയുള്ളത് പുതിയ നിയമസഭയുടെ ലേഖനങ്ങളാണ്. We know that from the epistle of Romans to the epistle of Jude, all of these are epistles given to the church. എന്നാൽ പൊതുവെ പെന്തക്കോസ്ത് സഭകളുടെ മീറ്റിംഗുകളിൽ പഴയ നിയമത്തിന്റെ സ്വാധീനം ഈ നാളുകളിൽ ശക്തമായി വർദ്ധിച്ചു വരികയും ലേഖനത്തിന്റെ സ്വാധീനം കുറയുകയും ചെയ്യുന്നു. But what is seen is that in many Pentecostal churches, the influence of Old Testament passages are continuing to increase, while the influence of passages from the epistles are decreasing. നമുക്കറിയാം ദാവീദ് വരാത്ത സഭായോഗമില്ല, ഏലിയാവ് വരാത്ത ഉപവാസവുമില്ല. We know that there is no church meeting where David does not come, and there is no fasting prayer where Elijah does not appear. ഞാൻ ദൈവവചനത്തിൽ പഴയ നിയമം അപ്രസക്തമാണെന്ന് ചിന്തിക്കുന്ന ആളല്ല. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണെന്ന് അംഗീകരിക്കുന്ന ആളാണ്. I'm not someone who thinks that the Old Testament is not important, because I believe that all scriptures are inspired by God. പിശാചു പറഞ്ഞ വാക്യവും ബൈബിളിൽ എഴുതപ്പെട്ടപ്പോൾ ദൈവശ്വാസീയമായി ദൈവവചനമായി അതിനെ കാണുന്നയാളാണ് ഞാൻ. I am someone who thinks that even the words spoken by the devil, God has accepted it into his word as inspired word. അതുകൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളത് ദൈവശ്വാസീയമായ ദൈവവചനമായി തന്നെ ഞാൻ അംഗീകരിക്കുന്നു. Therefore, I accept all the word of God from the book of Genesis to the Revelation. എന്നാൽ കാലികമായ പ്രസക്തികളെ നാം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും കൂടെ ഞാൻ മനസ്സിലാക്കുന്നു. But I also understand that we should see these scriptures according to the importance given to the time. The relevancy, ഓരോ കാലഘട്ടത്തിലെ നിയമത്തിന്റെ റെലവൻസി കൂടെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. We should understand the relevance of the law given in different ages and periods. എബ്രായ ലേഖനം 1:1 നാം ഇങ്ങനെയാ കാണുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. In Hebrews 1:1, we see that God, who at various times and in various ways spoke through the prophets, has in these last days spoken to us through his son. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഭാഗികമായ വെളിപ്പാടായിരുന്നെന്നും പുത്രൻ മുഖാന്തരമുള്ള ഈ അന്ത്യകാല വെളിപ്പാട് പൂർണ്ണമാണെന്നും അതിനകത്ത് അർത്ഥമാക്കുന്നുണ്ട്. This also means that in the olden days, the revelation given through the prophets were only partial, but the revelation given in these last days through the Son of God is a complete revelation. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം എന്നൊക്കെ പറയുമ്പോൾ അന്ത്യകാലം എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവ് വരാനുള്ള സമയമല്ല. What is meant by the phrase the latter times does not mean the time related to the coming of Jesus. നമുക്കറിയാം പത്രോസൊക്കെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ കള്ളു കുടിച്ചിട്ട് പറയുന്നതല്ല, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരൂ എന്ന് പറഞ്ഞതാണ് ഇപ്പൊ നടക്കുന്നത്. We know about how Apostle Peter stood up on the day of Pentecost and preached that we are not drunk, but this is the fulfillment of God's word that says, in the latter days I will pour out my spirit upon all flesh. എന്ന് പറഞ്ഞാൽ അന്ത്യകാലം എന്ന് ബൈബിൾ പറയുന്നത് പുതിയ നിയമകാലം എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ കർത്താവ് വരാറായ ദിവസം എന്നല്ല അതിന്റെ അർത്ഥം. This just means that when the Bible talks about the latter days, this is the New Testament period, not just the days which are very close to the coming of Jesus. അതുകൊണ്ട് അന്ത്യകാലത്തിന്റെ വെളിപ്പാട്, അന്ത്യകാലത്തിന്റെ ലക്ഷണം, അന്ത്യകാലത്തിന്റെ അവസര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുതിയ നിയമകാലത്തിന്റെ ലക്ഷണമാണ്. So when we talk about the latter days and the signs of the latter days, this is just referring to the signs of the New Testament. പൊതുവെ നമ്മുടെ ആൾക്കാർ പറയാറുണ്ട് അന്ത്യകാല ലക്ഷണമായി ഈ കോവിഡ് വന്നത് അല്ലെങ്കിൽ അത് വന്നത് ഇവിടുത്തെ അത് എന്നൊക്കെ പറയാറുണ്ട്. ബൈബിൾ അങ്ങനൊന്നും പറയുന്നില്ല. Many people say that the coming of the COVID pandemic is a sign of the latter times, but the Bible does not say of any such thing.
നമുക്കറിയാം അന്ത്യകാലം എന്ന് പറയുന്നത് ചുരുങ്ങിയത് 2000 കൊല്ലത്തേക്കാൾ അധികമുള്ള ഒരു കാലമാണ്. We can understand that when we talk about latter times, it is at least 2000 years and more. നോക്കുക, നമ്മുടെ അന്ത്യകാലം എന്നല്ല, കർത്താവ് വരുവാറാകുന്ന കാലത്തെ ബൈബിൾ വിളിക്കുന്നത് അന്ത്യകാലം എന്നല്ല, മനുഷ്യപുത്രന്റെ നാളെന്നാണ്. The word of God does not talk about the coming of Jesus as the latter times, but it is the day of the Son of Man. അതിന്റെ ലക്ഷണം അത്ഭുതവും അടയാളവും മാസ് കൺവേർഷനും അല്ല, അതിന്റെ ലക്ഷണം വിശ്വാസത്യാഗം. And the sign of the day of the Son of Man is not signs and wonders, but it is a falling away from the faith. എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കൺവേർഷനും ഒരു വലിയ മാസ് ഒരു വലിയ ഉണർവും അല്ല അന്ത്യകാല ലക്ഷണം. മനുഷ്യപുത്രന്റെ നാളിന്റെ ലക്ഷണം വിശ്വാസം ത്യജിക്കുന്ന ഒരു കൂട്ടരാണ്. So we should understand that the sign of the day of the Son of Man is not that there will be a universal revival and many people coming to repentance, but that many people will fall away from the faith. മനുഷ്യപുത്രന്റെ നാളിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ബൈബിൾ ചോദിക്കുന്നത്. The Bible asks us, will the Son of Man find faith when he comes? ലോത്തിന്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ വിശ്വസിക്കാൻ ആളില്ലാത്തൊരു കാലഘട്ടമായിരിക്കും കർത്താവിന്റെ വരവിന്റെ കാലം. When the Lord comes back, it will be just like the days of Lot and the days of Noah, where there was nobody to believe. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉണർവും പ്രതീക്ഷിച്ചിരുന്നാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. വിശ്വാസം എന്നത് കണ്ടെത്താനില്ലാത്ത പറ്റുകറവയുടെ കാലത്താണ് ഈ ലോകത്തെ കൊല്ലാൻ കൊടുക്കുക. So we should understand that it will not be during a time of great revival that the day of the Son of Man will come, but when a period is there where there is nobody who believes. കാരണം സംഘടന വളരുകയും സഭ ചെറുതാകുകയും ചെയ്യും. Because that will be the time when organizations will become bigger, but the church of God will grow smaller. വീണ്ടും ജനിക്കാത്ത പാസ്റ്റർമാർ വരെ ഉണ്ടാവും. There will be many pastors who are not even born again. വചനത്തിന് ഒരു താല്പര്യവുമില്ലാതെ വികാരത്തിന് താല്പര്യം കൊടുക്കുന്നവർ വർദ്ധിക്കും. And there will be many people who are not interested in God's word, but are only interested in feelings and emotions. എന്നാൽ ഈ പുതിയ നിയമകാലം എന്ന അന്ത്യകാലത്ത് ദൈവം തന്ന വെളിപ്പാട് എന്താണെന്ന് അറിയാവുന്നവർ വിശ്വാസത്തിൽ നിലനിൽക്കും. But those people who know what is it that God has revealed in these latter days will stand firm in their faith. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ സ്ഥിരത എന്നത് ഈ കാലിക പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. Therefore, this topic about the endurance of faith is very relevant in this time. എന്തുകൊണ്ടാണ് കാലികമായി ഇതിനെ കാണണമെന്ന് ചോദിച്ചാൽ, ദൈവം തന്ന കാലത്തെ നമ്മൾ 7 യുഗമൊക്കെ ആയിട്ടാണ് പഠിപ്പിക്കാറ്. Why we need to understand this, understand the relevance of this topic, is because we normally talk about the 7 different dispensations. ഞാൻ യുഗങ്ങൾക്കൊന്നും എതിരല്ല, പക്ഷെ എനിക്കിതൊന്നും അറിയില്ല, ഞാനൊന്നും അറിയാൻ താല്പര്യപ്പെടുന്നു. I am not against the teaching of 7 dispensations, but I do not understand it and I do not know much about it. നിഷ്കന്മഷ യുഗം മുതൽ വരുവാനുള്ള നിത്യയുഗം വരെയുള്ള കഷണങ്ങളെ വേർതിരിക്കുന്നതിൽ എനിക്ക് അത്ര തൃപ്തി തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് I am not completely satisfied in dividing time from the age of innocence to the eternal age which is yet to come. നമുക്കറിയാം, ബൈബിൾ പാപിയായ മനുഷ്യനോട് പറയുന്ന കാലഘട്ടത്തെ 3 ആയിട്ടെങ്കിലും വേർതിരിച്ച് പഠിക്കുന്ന എളുപ്പം. It is easier for us to learn how the word of God deals with a sinner as 3 different times. പാപം ചെയ്ത് പുറത്തിറങ്ങിയ ആദാം മുതൽ, from the time that Adam sinned and left the presence of God, അവിടെ മുതൽ സീനായ് മല വരെയുള്ള ഒരു കാലഘട്ടത്തെ നമ്മളൊന്ന് വേർതിരിച്ചാൽ നമുക്കൊരു കാലഘട്ടത്തെ അതിനകത്ത് കാണാൻ കഴിയും. The first period that we can see is from when Adam sinned until the law is given on Mount Sinai. അവിടെ പുരോഹിതന്മാരൊന്നും അവിടെ കാണുന്നില്ല. There are no priests. അവിടെ പിതാക്കന്മാരാണ് യാഗം കഴിച്ചിരുന്നത്. There only the patriarchs or the fathers. എഴുതപ്പെട്ട ഒരു പ്രമാണം പോലും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. There was no written law given to man. അവർക്ക് വ്യക്തമായ ആത്മീക സഭയുടെ ശുശ്രൂഷയുടെ ക്രമങ്ങളൊന്നുമില്ല. There were no ceremonies or laid down ways of doing ministry.
എങ്കിലും അവർക്ക് ലംഘനം കണക്കിടാനില്ലെങ്കിലും പാപം കണക്കിടാനുണ്ടായിരുന്നു. So even though there were no transgressions to hold account against them, there was a sin which was held against their account. അപ്പോൾ തന്നെ ഇത് രണ്ടും രണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. At the same time, we need to further see it in two different ways. മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ട്രാൻസ്ഗ്രഷൻ എന്താണ്, സിൻ എന്താണ് എന്ന് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് ഒന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് ചിന്തിക്കേണ്ടി വരും. Later on, we will need to understand in more detail what is the difference between sin and transgression. Okay, ഇവിടെ പിതാക്കന്മാരുടെ കാലത്ത് നമുക്കറിയാം ഒരു പ്രമാണവും എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ ഇടപെടൽ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. What we see here is, in this time of the fathers, even though there was no written law or code, God was dealing with them from time to time. അവർക്ക് വിശ്വാസം എന്താണെന്ന് അറിയാം. They know what is faith. അവർക്ക് യാഗം എന്താണെന്ന് അറിയാം. They know what is sacrifice. അവർക്ക് മധ്യസ്ഥത എന്താണെന്ന് അറിയാം. They know what is mediation or intercession. ജീവിതത്തിന്റെ ക്രമം സംബന്ധിച്ച് കുറെയെല്ലാം അറിയാം. They are aware of what is the conduct or the rule of life. കല്ല് ചാരി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. They may have set up a stone pillar and prayed. ഒന്നിലധികം വിവാഹം കഴിച്ച പോളിഗമി ഉണ്ടായിരുന്നിരിക്കാം. Some of them were married more than once and they had polygamous lives. അവർക്കുള്ളതിലെല്ലാം പലവിധത്തിലുമുള്ള പരിധി വിട്ടവയെല്ലാം ഉണ്ടാകാമെങ്കിലും ദൈവം ഇടപെടുന്ന ഒരു കാലഘട്ടമായിരുന്നു പിതാക്കന്മാരുടെ കാലം. Even though there were many things which were out of the ordinary way of conduct in their lives, but that was a time when God was dealing with them. അതുകൊണ്ട് ആ കാലത്തെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് പിതാക്കന്മാരുടെ കാലം എന്നാണ്. കാരണം അവിടെ യാഗം കഴിക്കുന്ന പിതാക്കന്മാരാണ്. So let us call that period as the age of the fathers. Patriarchal period. Okay. അപ്പൊ ആ കാലഘട്ടത്തെ നാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം, ദൈവം മധ്യസ്ഥനായി പുരോഹിതരായി വെച്ചിരുന്നത് കുടുംബത്തിന്റെ പിതാക്കന്മാരെയാണ്. So what we can understand about this patriarchal period is that God had set the father as the priest of the family. അതുകൊണ്ട് ദൈവം അവരോട് ഇടപെട്ടിരുന്നതും പിതാക്കന്മാരിലൂടെയായിരുന്നു. Therefore, God used to deal with those families through the fathers. അവർക്ക് വെളിപ്പാടുകൾ പരിമിതമായിരുന്നു, എങ്കിലും വിശ്വാസം ശക്തമായിരുന്നു. They had very limited revelation, but their faith was very strong. ലോകം കണ്ട ഏറ്റവും വലിയ വിശ്വാസി ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിലാണ് അബ്രഹാം. And the greatest believer that the world has ever seen lived in that time, and his name was Abraham. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന് ഭംഗമുണ്ടായിരുന്നില്ല, പക്ഷെ വെളിപ്പാടുകൾക്ക് പരിമിതി ഉണ്ടായിരുന്നു. Therefore, there was no limit to their faith, but their revelation was very limited. ആ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രമാണങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല എന്നതിനാൽ നമുക്കാകെ അറിയാവുന്നത് മോശയ്ക്ക് വെളിപ്പെട്ട ഉൽപ്പത്തി പുസ്തകമാണ്. Since during this patriarchal period there were no written laws, the only thing what we know about history is what was given to Moses as the book of Genesis. എന്നാൽ രണ്ടാമത്തെ കാലഘട്ടത്തെ നാം കാണുന്നത് ദൈവം ഒരു നിയമം ചെയ്ത കാലഘട്ടമായിട്ടാണ്. But the second period that we see is the time when God made a covenant with his people. അത് സീനായ് മല മുതൽ കാൽവറി വരെയുള്ള ഒരു കാലഘട്ടമാണ്. And this period starts from the Mount Sinai and goes on till Calvary. ആൾക്കാർ പറയാറുണ്ട് ആ മല മുതൽ ഈ മല വരെയാണെന്നൊക്കെ. So some people say it is from this mountain to that mountain. കാൽവറി മലയാണോ എന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ളത്. I don't know if Calvary was actually a mountain. That's why I didn't say it in that. ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിലാക്കാത്ത കാര്യത്തെ ഞാൻ അതിനകത്ത് വേണ്ടി ഡോഗ്മാറ്റിക് ആയിട്ട് ചിന്തിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് അത് മലയായിരിക്കുന്നെങ്കിൽ മലയായിട്ട് ഇരുന്നോട്ടെ. And it's just that for something that I don't know in detail, I do not make it a dogma. But if in your minds it is a hill or a mountain, let it be so. പൊതുവെ ആൾക്കാരെ കൊല്ലുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നത് മലയുടെ മുകളിലല്ല, താഴ്വരയിലാണ്. In general, people were not sentenced to death and killed on mountain tops, but it was in the valleys. അതിപ്പോ ആഹോർ താഴ്വര ആയാലും ശരി, എവിടെയായാലും നമുക്കറിയാം കുറ്റവാളികളെ പലപ്പോഴും കൊല്ലുന്നത് താഴ്വരയിലും ഗാലറി പോലെ ആൾക്കാരെ കുന്നേലും ഇരുത്താറ്. So whether it's the valley of Achor or other places, we know that criminals are killed
in valley-like places, and the people sit in the gallery. അതുകൊണ്ട് കാൽവറി എന്നതൊരു മലയായിരിക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. Therefore, we don't need to insist that Calvary is a mountain. ഇപ്പൊ അവിടെ കാണുന്ന സ്ഥലം അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ആയിരിക്കാം, അല്ലാതെയും വരാം. So we might say that the place that we know now is like a hill. It may be or it may not. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം യേശു മലയിൽ മരിച്ചാലും താഴ്വര മരിച്ചാലും വെള്ളത്തിൽ മരിച്ചാലും പ്രശ്നമൊന്നുമില്ല. So for me, it does not matter whether Jesus died on the hill or in the valley or even in water. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്ലേസ് അല്ല വിഷയം, യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് വിഷയം. So it does not matter the place where Jesus died, but the fact that he gave himself. യേശു ജനിച്ചത് എവിടെയാ എനിക്കറിയത്തില്ല. I do not know where Jesus was born. നമുക്കറിയാം ബെത്ലഹേമിലാണെന്നറിയാം. We know that it was in Bethlehem. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചാൽ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുചെന്നപ്പോൾ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. We know that he was wrapped in swaddling clothes, and when he was taken to the inn because there was no place, they kept him in the manger. അപ്പോ പശുത്തൊട്ടിയിൽ എത്തുന്നതിന് മുമ്പ് ജനിച്ചിട്ടുണ്ട്. So this means that he was born before he reached the manger. സത്രത്തിൽ അഥവാ വഴിയമ്പലത്തിൽ എത്തുന്നതിന് മുമ്പ് ജനിച്ചിട്ടുണ്ട്. And he was born before they reached the inn. അങ്ങനെയാണ് പെരുവഴിയിലാവാനാ സാധ്യത. So probably he was born somewhere along the highway. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊന്നും നമ്മുടെ ഒരു പ്രധാന വിഷയമല്ല. What I was trying to say is these little things are not very significant for us. നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു ജനിച്ച സ്ഥലമോ യേശു മരിച്ച സ്ഥലമോ അല്ല നമ്മുടെ വിഷയം. യേശു ജനിച്ചതും മരിച്ചതുമാണ് നമ്മുടെ വിഷയം. It is not the place where Jesus was born or where he died that is more important, but the very fact that he was born and he died. അതുകൊണ്ട് സീനായ് മല മുതൽ ഗൊൽഗോഥ വരെയുള്ള ആ കാലഘട്ടത്തെ ബൈബിൾ വിളിക്കുന്നതാണ് ന്യായപ്രമാണത്തിന്റെ കാലമെന്ന്. So the Bible calls this second period that starts from Mount Sinai and goes on to Golgotha as the period of law. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എഴുതപ്പെട്ട ഒരു പ്രമാണത്തിന്റെയും ഉടമ്പടിയുടെയും കീഴെയായിരുന്നു ജനത്തെ ദൈവം വെച്ചത്. The significance of this period is that God kept his people under a very clearly defined law. അവർക്ക് പൗരോഹിത്യം എന്താണെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. So it has been written down clearly what is the priesthood. അതുകൊണ്ട് അവർക്ക് ശുശ്രൂഷകൾ എന്താണ്, പുരോഹിതന്മാർ ആരായിരിക്കണമെന്നതിന് വ്യക്തതയുണ്ട്. So they are very clear about what is the ministry, who are allowed to become priests and so on. ജീവിക്കണം, എങ്ങനെയാണ് ശിക്ഷ എന്നതിനെ കുറിച്ച് വ്യക്തത അവർക്ക് കൊടുത്തിട്ടുണ്ട്. And it has been clearly given to them how to live and what is the punishment of not doing so. അതുകൊണ്ട് ലംഘനം കണക്കിടുന്ന ഒരു കാലമാണത്. കാരണം അവിടെ റൂൾസ് ഉള്ളത് കൊണ്ട് വയലേഷൻ കണക്കിടുമായിരുന്നു. So the period of the law is when transgressions are counted against man, because since there are rules, the violations would also be taken seriously. ആദ്യ നിയമം എഴുതി ഞാൻ അല്ലാതെ മറ്റൊരു കർത്താവ് ഉണ്ടാകരുത് എന്ന്. The first law was written like this: other than myself there should be no other lord for you. അപ്പോ തന്നെ താഴെ താനല്ലാത്ത മറ്റൊന്നിനെ അവർ കർത്താവാക്കി വെച്ചിട്ടുണ്ട്. And at the same time, just below that, we see that they have already made something else as their God. ദൈവം കൊടുത്ത നിയമങ്ങൾ ശക്തമായി കൊടുക്കുമ്പോൾ തന്നെ ലംഘനം ശക്തമായി പെരുകുകയായിരുന്നു. So what we see is, on one hand, when God gives his strict laws, on the other hand, the transgressions of man continue to increase. അതുകൊണ്ട് ഈ കാലഘട്ടം അത്രയും ദൈവം പ്രമാണം കൊടുത്തതിലേക്കുള്ള റിമൈൻഡിങ് മെസ്സേജുകൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. Therefore, during this law period, God would give them reminders about the law that he has given them already. ഈ റിമൈൻഡിങ് മെസ്സേജുകളാണ് നമ്മുടെ പ്രവാചന പുസ്തകത്തിലൊക്കെ കാണുന്നത്. And it is these reminders that we see in the prophetical books of the Old Testament. നമുക്കറിയാം ആ മോശ എന്ന മധ്യസ്ഥൻ മുതൽ യേശു എന്ന മധ്യസ്ഥൻ വരെയുള്ള ഒരു കാലഘട്ടത്തെ നാം പഴയ നിയമം എന്ന് വേണേൽ വിളിക്കാം. So we can consider that this period, starting with the
Moses, who was the mediator, until Jesus as the mediator, that period as the Old Testament period. യേശു തന്റെ ശരീര രക്തങ്ങളെ സമർപ്പിക്കുന്ന ആ സമർപ്പണത്തിന്റെ സമയത്ത് താൻ തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു, ഇതാ എന്റെ രക്തത്തിന്റെ പുതിയ നിയമം. കാരണം ഇത് പുതിയ നിയമമാകുന്ന ഒരു വ്യവസ്ഥയാണ്. When Jesus was about to offer himself as a sacrifice, before that, he told his disciples, behold, this is my blood in the new covenant. അങ്ങനെ ആകുമ്പോൾ ഒരു പുതിയ നിയമം വന്നതുകൊണ്ടാണ് അതിനു മുമ്പുള്ളത് പഴയതായത്. Therefore, what we understand is here, as Jesus says, a new covenant has come. Therefore, the covenant before that is the old covenant. നമുക്കറിയാം യിരെമ്യാവ് 31-ാം അധ്യായത്തിലൊക്കെ 30 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ കാണുന്നുണ്ട്, ഞാൻ എന്റെ ജനത്തോട് പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. We are able to see in Jeremiah chapter 31 verses 30 onwards, where God says, I will make a new covenant with my people. അങ്ങനെ പുതിയ നിയമം സ്ഥാപിതമാകുന്നത് യേശു തന്റെ രക്തത്താൽ ഉടമ്പടി ചെയ്യുന്ന പുതിയ കാലഘട്ടമാണ്. Therefore, that new covenant comes into existence when Jesus makes that new covenant through his blood. ആ ഒരു നിയമം സ്ഥാപിതമാകുന്നതോടുകൂടെ അതിനു മുമ്പുള്ളതൊക്കെയും പഴയതാക്കി മാറ്റപ്പെടുകയാണ്. And when that new covenant is established, everything prior to that becomes old. നമുക്കറിയാം പഴയ നിയമത്തിന്റെ അവസാനത്തെ ഉപദേശിയായ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പറയുന്ന വാക്കുകൾ. We know that the words that Jesus says about John the Baptist, who was the last spokesperson of the Old Testament. ആ മനുഷ്യൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. It was told of him that he is the greatest one of those who are born from women. കാരണം മശിഹയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അതുവരെയുള്ള ഏത് പ്രവാചകനേക്കാൾ ഉന്നതമായ ശുശ്രൂഷ ദൈവം ആ മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ചു. Because God gave him the ministry of introducing the Messiah, and that ministry was greater than any other prophet before him. കർത്താവ് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇയാളാണ് ഏറ്റവും ശ്രേഷ്ഠൻ. So Jesus said, of those who are born from women, this man is the greatest. എന്നാൽ ദൈവരാജ്യത്തിൽ അടുത്ത ഒരു തലമുറയായി വീണ്ടും ജനിക്കുന്നവരുണ്ട്, അവരിലെ ഏറ്റവും ചെറിയവൻ ഇവനേക്കാൾ വലിയവനാണ്. But Jesus continued to say that in the kingdom of God, there will be a new generation of people born again, and the least of those would be greater than John. എന്ന് പറഞ്ഞാൽ പുതിയൊരു തലമുറയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ളപ്പോൾ തന്നെ പഴയ നിയമത്തിന്റെ അവസാനത്തെ ഉപദേശിയെ വരെ കർത്താവ് വ്യക്തമാക്കി വെളിപ്പെടുത്തി തരുന്നു. So what it means is that this new generation has such greatness, but at the same time, he also gives importance to the last prophet of the Old Testament. നമുക്കറിയാം യേശുവിന്റെ ഐഹിക ജീവിത കാലഘട്ടം ഏത് കാലഘട്ടത്തിലായിരുന്നു? We know the earthly life of Jesus was in which period? അഥവാ സുവിശേഷങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളാണല്ലോ യേശുവിന്റെ ജനനം, വളർച്ച, ഉപദേശം, മരണം. We know that in the Gospels, it talks about the birth, the growth, the death, and the teachings of Jesus. ഈ കാലഘട്ടം ഏത് കാലഘട്ടമാണ്? പുതിയ നിയമമാണോ പഴയ നിയമമാണോ? And this period, is it the Old Testament period or the New Testament period? യേശു മരിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം ഏത് നിയമത്തിന്റെ കീഴിൽ വരും? The period before Jesus died, under which period or covenant will it come? നിശ്ചയമായും അത് പഴയ നിയമത്തിന്റെ കാലഘട്ടമാണ്. And surely that is the Old Testament period. ആരാ പുതിയ നിയമത്തിന്റെ ആദ്യ വിശ്വാസി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്രൂശിലെ കള്ളനാണ്. So if you ask me who is the first believer of the New Testament, I will tell you it is the robber who was crucified alongside Jesus. കാരണം സ്വന്തം അകൃത്യത്തിന് വേണ്ടി അല്ലാതെ മറ്റൊരുവന് വേണ്ടി മരിച്ചവനെയും ആ അകൃത്യത്തെ തിരിച്ചറിഞ്ഞ് യേശുവിനെ സ്വീകരിച്ച വ്യക്തി കാൽവറിയിലെ കള്ളനാണ്. So it is that robber in Calvary who accepted Jesus, the one who died not for his own sins but for the sins of others. ആ മനുഷ്യനാണ് ആ കൂടെ അടക്കപ്പെട്ടതും ആ കൂടെ ഉയർത്തെഴുന്നേറ്റതും ആ കൂടെ ജീവന്റെ പുതുക്കത്തിലേക്ക് പോയതും. And it is that man who died with him, who was buried alongside him, and who rose again and went with Jesus.
ഓക്കെ, കള്ളനാരും ആകട്ടെ, ഞാൻ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്ന മഹാപുരോഹിതന് മനസ്സിലാകുന്നില്ല ഈ അടുത്ത് കിടക്കുന്നവൻ ആരാണെന്ന്, പക്ഷെ ഈ കള്ളന് മനസ്സിലാകുന്നു. What we need to understand here is even the high priest who is in the ministry is not able to understand who is this person dying in Calvary, but that robber was able to understand. കാരണം അവന്റെ ഉള്ളിൽ പണ്ടെങ്ങോ കിടന്ന ആ ദൈവവചനം അവന്റെ അകത്ത് വെളിപ്പാട് നൽകുന്നുണ്ട്. Because that word of God which was hidden in his heart sometime in the past is giving him a new revelation. കാരണം ഒരു മശിഹ വരുമെന്നും മരിക്കുമെന്നും അവൻ 1000 ആണ്ട് വാഴാൻ തിരിച്ചു വരുന്ന രാജാവായിരിക്കുമെന്നും ഒക്കെ കള്ളനാണേലും അവന്റെ അകത്തുനിന്ന് ബോധമുണ്ട്. So even though he is a robber, he knows that there will be a Messiah who will come and who will die and who will rule for 1000 years. അതുകൊണ്ട് നീ രാജാവായി വരുന്ന ആ നാളിൽ എന്നെ കൂടെ ഓർത്തോണേ എന്ന് പറയാൻ ആ മനുഷ്യന് പ്രേരണ ഉണ്ടായി. That is why he was inspired to say, Lord, when you come back as king, remember me. എന്ന് പറഞ്ഞ യേശുവിന്റെ ഐഹിക ജീവിതകാലം മുഴുവൻ പഴയ നിയമത്തിന്റെ കാലഘട്ടമായിരുന്നു. Therefore, we understand that the earthly life of Jesus is also included in the Old Testament period. ഗലാത്യർ 4:4 നാം ഇങ്ങനെയാ കാണുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചു എന്നാണ്. Therefore, we read in Galatians 4:4, but when the fullness of time had come, God sent forth his son, born of a woman, born under the law. ആ ഭാഗത്ത് നാം കാണുന്നത് യേശു ജനിച്ചത് ന്യായപ്രമാണത്തിന്റെ കീഴെയാണ്. So there we see that Jesus was born under the law. യേശു ജനിച്ചത് വളർന്നത് ശുശ്രൂഷിച്ചത് ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. Jesus was born, he grew up and he ministered in the Old Testament period. എന്നാൽ അവൻ മരിച്ചതും ന്യായപ്രമാണ പ്രകാരമാണ്. And he died also according to the law. എന്നാൽ അവന്റെ മരണത്തോടുകൂടെ നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് പുത്രത്വം പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. But after his death, there is now the experience of purchasing us by his blood and giving us the adoption as sons. അങ്ങനെ ഒരു ദത്തെടുപ്പ് പുത്രത്വം നമുക്ക് ലഭിച്ച ഈ പുതിയ നിയമകാലത്ത് നിന്ന് നോക്കുമ്പോൾ യേശു ജനിച്ചതും പ്രവർത്തിച്ചതും പഴയ നിയമത്തിലാണെന്ന് നാം മനസ്സിലാക്കണം. Therefore, standing from the viewpoint of this New Testament period, we will understand that the life of Jesus and his ministry was included as the Old Testament period. യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലം മുഴുവൻ നിവർത്തിക്കുന്നത് പഴയ നിയമത്തിലായതുകൊണ്ടാണ് താൻ സൗഖ്യമാക്കിയവനെ കുറിച്ച് പറയുമ്പോൾ പുരോഹിതന് നിന്നെ തന്നെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞത്. And it is because the earthly life of Jesus is part of the Old Testament that Jesus heals the blind man, or Jesus heals people and tells them to show themselves to the priest. അവിടെ യഹൂദനായിരിക്കുന്നതാണ് അന്തസ്, പക്ഷെ പുതിയ നിയമത്തിൽ യഹൂദനാകുന്നതല്ല അന്തസ്. There we see that it is important to be a Jew, but in the New Testament period there is no special significance to being a Jew. അതുകൊണ്ട് ഒരിക്കൽ യേശുവിന്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് യഹൂദ സ്ത്രീകൾ യേശുവിനെ നോക്കിയിട്ട് അതിശയം കൂർമാർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. So once during his earthly ministry, some Jewish women looked and said something about Jesus that puzzled them. അവര് പറഞ്ഞു, മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലുള്ള മക്കൾ ഉണ്ടാവും. They said, if there are children, such children should be born to us. എന്ന ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, what an energetic young man, എന്ന വാക്കുകൾ, എന്ന ശുശ്രൂഷ, what words are his, what ministry he has. എല്ലാ സാൻമാർഗികതയിലും തന്റേതായ സകല ഡിഗ്നിറ്റിയിലും എല്ലാം ഒരു മാസ്റ്റർ പീസ് പോലെ ഈ ഒരു ചെറുപ്പക്കാരനെ അവർ കാണുകയാണ്. And they see this young man as such a masterpiece because he has such a decent life. ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27 വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ലൂക്കോസ് 11:27. And this is just my opinion of what I see in the book of Luke 11:27. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, ഒന്ന് വായിക്കാമോ ഭാഗം പോൾ ബ്രദർ? Yeah. Okay. And it happened as he spoke these things that a certain woman from the crowd
her voice and said to him, "Blessed is the womb that bore you and the breasts which nursed you." എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയാണ് ഭാഗ്യവതിയായ അമ്മ എന്ന് പറയും. What this means is she is saying your mother is the most blessed person. എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ ഒരു മകൻ ഉണ്ടായതിൽ നിന്റെ അമ്മ ഭാഗ്യവതിയാണ്. Which means that because such a son as you were born to her, she is such a blessed person. കർത്താവ് പറഞ്ഞു അമ്മയല്ല ഭാഗ്യവതി, വീണ്ടും ജനിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ദൈവമക്കളാ ഭാഗ്യമുള്ളവരുന്നു. And Jesus replied to that, "It is not my mother who is the blessed person, but the one who is born again and does the will of God." എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ സകല മെമ്പർഷിപ്പിലും ഏറ്റവും ഉന്നതനെ കൊണ്ട് നിർത്തുന്നതിനേക്കാൾ വലുതാണ് പുതിയ നിയമത്തിലെ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ. Therefore, we understand very clearly that the greatest person who might be a part of the Old Testament is not relevant when it comes to a person who is born again as part of the New Testament. സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ. The least in the kingdom of God is greater than John. അതുകൊണ്ട് പഴയ നിയമത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് എവിടെ തീരുന്നു എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൽ തീരുന്നു. So if you ask, where does the Old Testament period end? That period ends in Jesus Christ. ലൂക്കോസ് 16:16 നാം വായിച്ചാൽ ഇങ്ങനെ കാണുന്നത്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. And we see in Luke chapter 16 verse 16, the law and the prophets were until John. ശുശ്രൂഷകന്മാരുടെ ലിസ്റ്റ് എടുത്താൽ യോഹന്നാൻ വരെയാണ് പഴയ നിയമം. So if you take the list of the ministers, it is until John the Baptist. റോമാലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിച്ചാൽ, but if we read Romans chapter 10 verse 4, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കേണ്ടതിന് ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. It is written like this, for Christ is the end of the law for righteousness to everyone who believes. മധ്യസ്ഥന്മാരുടെ കണക്കെടുത്താൽ മോശ മുതലുള്ള സകല ന്യായ പ്രമാണത്തിന്റെയും അവസാനം യേശു എന്ന മധ്യസ്ഥനിലാണ്. And if you consider the mediators, starting from Moses, the last mediator is Jesus Christ himself. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന ഒരുവൻ പുതിയ നിയമം സ്ഥാപിച്ചു കഴിഞ്ഞതോടെ പഴയതിന്റെ കീഴിലല്ല നാം ഉള്ളത്. Therefore, since Jesus has established the new covenant, we are no longer under the Old Testament or covenant. അതുകൊണ്ട് തന്നെ ആടിന്റെ പേറും പിറപ്പും അനുഗ്രഹവും കുഴയ്ക്കുന്ന തൊട്ടി നമുക്കുള്ളതല്ല. Therefore, the number of the lambs or the manger or its surroundings are not very important to us. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടുന്ന പരിപാടി നമുക്കുള്ളതല്ല. And to be blessed when you are coming in and to be blessed when you are going out is not meant for us. പുതിയ നിയമം പറയുന്നത് നിങ്ങളെ വിടക്കൻ എണ്ണുമെന്നും നിങ്ങളെ യാഗം കഴിക്കുന്ന പോലെ എറിഞ്ഞു കൊല്ലുന്നു. The New Testament tells us clearly that you will be despised by men and you will be offered as if a sacrifice. അല്ലാതെ നിന്നെ ദേശത്ത് മാനിച്ച് അനുഗ്രഹിക്കുമെന്നല്ല പുതിയ നിയമം പറയുന്നത്. The New Testament does not tell us that you will be blessed in the land. ദേശത്ത് നീ സമാധാനത്തോടെ സുഖിച്ചു വാഴുമെന്ന് പഴയ നിയമം പറഞ്ഞാൽ പുതിയ നിയമം പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ്. So if the Old Testament tells you that you will be comfortable and you will rule in the land, the New Testament says that in this world you will have many troubles. അതുകൊണ്ട് സുഖകരമായ ഒരു സാധനം ആവശ്യമുള്ളപ്പോൾ പഴയ നിയമവും ഉപദേശം ആവശ്യമുള്ളപ്പോൾ പുതിയ നിയമത്തിലും കയറി വിരകുന്ന പരിപാടി അങ്ങ് നിർത്തണം. So we should stop our behavior of going to the Old Testament for our convenience and coming to the New Testament only for doctrine. പാല് വേണ്ടപ്പോ ഇവിടോട്ട് പിടിക്കുക, ചാണകം വേണ്ടപ്പോ അങ്ങോട്ട് പിടിക്കുക എന്ന പരിപാടി നടക്കില്ല. Our behavior of going for milk to one place and for cow dung to another place, we must stop. അതുകൊണ്ട് പഴയ നിയമത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്കുള്ളതല്ലെന്നുള്ള തിരിച്ചറിവ് വരണമെങ്കിൽ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ എന്താണെന്ന് തിരിച്ചറിയണം. Therefore, if we must clearly understand that the blessings of the Old Testament does not apply to us, we should clearly know what the New Testament has to offer us. അവിടെ പഴയ അനുഗ്രഹങ്ങളുടെ കണക്ക് പറഞ്ഞാണ് ഇന്ന് പലപ്പോഴും പലരും പിടിച്ചു നിൽക്കുന്നത്.
we see that many people are still talking about and holding on to the blessings of the Old Testament. പഴയത് പൊളിച്ചത് വീണ്ടും പണിയുന്ന ശപിക്കപ്പെട്ടവർ ഒരുപാട് പേർ പെന്തക്കോസ്തിനകത്തുണ്ട്. There are many accursed people who try to build up the old cursed things. നമുക്കറിയാം പുതിയ നിയമത്തിൽ ആ വക വ്യവസ്ഥിതികൾക്കൊന്നും കാര്യമില്ല, അവിടെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. We know that in the New Testament things are not written in that way. നമുക്ക് കർത്താവ് ആദ്യ മോശയ്ക്കൊക്കെ കൽപ്പനകൾ എഴുതി കൊടുത്തപ്പോൾ അവിടെ വെച്ച് തന്നെ എറിഞ്ഞു പൊട്ടിച്ചു. We know that when God wrote down the 10 commandments and gave it to Moses written on a stone tablet, it was broken then and there. അവർക്ക് വീണ്ടും കർത്താവ് എടുത്ത് എഴുതി കൊടുക്കുകയും ചെയ്തു. And God again wrote it and gave it to Moses. അത് പുതിയ നിയമം എഴുതിയത് അതുകൊണ്ട് കല്ലിനകത്തല്ല. But we should understand that the New Testament was not written on stone. അത് ഹൃദയത്തിന്റെ മാംസപ്പലകയിലാണ് എഴുതിയത്. It is written on the hearts of man. അത് എറിഞ്ഞു പൊട്ടിച്ചാൽ നീയും കൂടെ തീരും. And if you break that, you will also end. അതുകൊണ്ട് അത് രണ്ടാമതൊരു അവസരമില്ല. So there is no second chance. അതുകൊണ്ട് തന്നെ നമുക്ക് ആരും ഉപദേശിപ്പാൻ ആവശ്യമില്ലാത്ത ആത്മീക ഉപദേശം അകത്തെഴുതപ്പെട്ടവരാണ്. So we are the people who have the spiritual laws written in our hearts in such a way that we don't need to be instructed by anybody else. ഒന്ന് നാം ചിന്തിച്ചത് ആദാം മുതൽ മോശ വരെയുള്ള പിതാക്കന്മാരുടെ കാലം. First we talked about the patriarchal period from the time of Adam until Moses. അടുത്ത നാം മോശ മുതൽ യേശുവിന്റെ മരണം വരെയുള്ള പഴയ നിയമകാലത്തെ കുറിച്ച് മനസ്സിലാക്കും. Then we talked about the Old Testament period, which is from Moses until the death of Jesus. എന്നാൽ പുതിയ നിയമകാലം തുടങ്ങുന്നത് എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ മരണം മുതൽ മുന്നോട്ടുള്ള നിത്യകാലമാണ്. Now, if you ask me, when does the New Testament period start? It starts from the death of Jesus and continues on forever. ഏതായാലും 2021 അധികം ഉണ്ടത്. At least 2021 and onward. അന്ത്യകാലം, പുതിയ നിയമകാലം, ഈ കാലഘട്ടം കൃപയുടെ കാലം എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിന് ഇത്രയെങ്കിലും നീളമുണ്ട്. So the phrase latter times, the end times are all referring to this. അതുകൊണ്ട് തന്നെ പുതിയ നിയമകാലത്തിന്റെ പ്രത്യേകതകളെ നാം തിരിച്ചറിയാം. Therefore, we should be able to understand the importance of this New Testament period. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നമ്മെ ദൈവം നിർത്തിയിരിക്കുന്നത് വീണ്ടും ജനനം എന്ന ഒരു പുതിയ തലമുറയായിട്ടാണ്. One significance of this New Testament period is that God has kept us on the basis of a generation of born again people. അതുകൊണ്ട് തന്നെ പഴയ ജനനവുമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ല. Therefore, this period does not have much connection to our old birth. അത് യഹൂദനാണോ ജാതിയാണോ ശമര്യനാണോ എന്നതൊരു പ്രശ്നമല്ല. Therefore, it is of no relevance whether you are a Jew or a Gentile or a Samaritan. ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത്, നീ ക്രിസ്തുവിലാണോ എന്നാ. There is only one question asked to you: are you in Christ? അതുകൊണ്ട് തന്നെ ആത്മീക ബോധ്യത്തിലേക്കും ഭൗതിക നന്മകൾക്ക് അപ്പുറമായ വിഷയത്തിലേക്കുമാണ് പുതിയ നിയമം വിരൽ ചൂണ്ടുന്നത്. Therefore, the New Testament points us to spiritual realities and a new birth. ഒരുവൻ ക്രിസ്തുവിലാകുന്നതോടെ പുതിയ സൃഷ്ടിയാക്കുന്ന ഒരു പുതിയ പരിപാടിയാണിത്. So this is a new experience where when any man is in Christ, he is a new creation. ഒന്നുകൂടെ പറഞ്ഞാൽ മൃത്യുവിന് അധീനനായ മർത്യന്റെ ഉള്ളിൽ മനനം ചെയ്യാൻ കഴിയുന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്ന പരിപാടിയാണ് പുതിയ നിയമം. So the New Testament is God's work by which mortal man has something immortal created in him. എന്ന് പറഞ്ഞാൽ മർത്യൻ എന്നൊരു വ്യക്തിത്വം പഴയത് നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യൻ എന്നൊരു പുതിയ സൃഷ്ടി അവന്റെ അകത്തുണ്ടാകുന്നു. This means that even though the mortal man is still there on one side, within him something called man is created. നമുക്ക് ഈ രണ്ടും കൂടെ കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. And we are living in a period where we have to take both of these things together. ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. So even though the body has to die because of sin, inwardly we are
we are living because of righteousness. എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? How do we understand? How should we live? നമുക്കറിയാം, നമുക്ക് ആകെ അറിയാവുന്ന നമ്മുടെ പുസ്തകം അടച്ച തള്ളി നിൽക്കുന്ന ഭാഗം ഏതാന്ന് നോക്കിയേ, സങ്കീർത്തനമായിരിക്കും. So if we close our Bibles, the place which is most strikingly outward is the book of Psalms. അമ്മ ഗർഭിണിയായ കാലം മുതൽ നമ്മൾ ശവം അടക്കുന്ന കാലം വരെ വായിക്കുന്നത് ഈ സങ്കീർത്തനം തന്നെ. From the time that the mother conceives till our funeral, we read the book of Psalms. സഭായോഗത്തിനും ഇത്, ശവം അടക്കിനും ഇത്. For church meetings or for funerals, we read the same. ഞാൻ സങ്കീർത്തനത്തിന് എതിരൊന്നുമല്ല. I am not against Psalms. പക്ഷെ ഒരു കാര്യം ഓർക്കുക, എല്ലാത്തിനും ആമേൻ പറയാൻ നമുക്ക് പറ്റില്ല. You should understand that we cannot say amen for everything. അവന്റെ ഭാര്യ വിധവയായി പോകട്ടെ, അവന്റെ മക്കൾ തെണ്ടി നടക്കട്ടെ, സങ്കീർത്തനത്തിലെ വാക്യമാണ്. So there is a verse in the Psalms that says, let his wife be a widow and may his children be beggars. അവന്റെ ആ കാലഘട്ടത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന അവന്റെ ശത്രുക്കളെ കുറിച്ചൊക്കെ പറയുന്നത്, യഹോവേ നിന്റെ ശത്രുക്കൾ മുടിഞ്ഞു പോകട്ടെ. And it says in that period, Lord, may your enemies be destroyed. പുതിയ നിയമം പറയുന്നതാണ് ശത്രുക്കളെ അനുഗ്രഹിപ്പീൻ. But the New Testament tells us, bless your enemies. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. Pray for those who persecute you. ഈ വിഷയങ്ങൾ ഈ വക വിഷയങ്ങൾ നാം സങ്കീർത്തനത്തിൽ കാണുന്നത് ന്യായപ്രമാണത്തിന് അത് കറക്റ്റ് ആയിരുന്നു, പുതിയ നിയമത്തിന് അത് കറക്റ്റ് അല്ല. When we see such verses in the Psalms, those are appropriate for the Old Testament period, but these are not meant for the New Testament period. അതുകൊണ്ട് തന്നെ സങ്കീർത്തനം മാത്രം വായിച്ചു നടക്കുന്ന പല ദൈവമക്കളും ന്യായപ്രമാണത്തിന്റെ കോപ സ്വഭാവം കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരാറുമില്ല. Therefore, many of God's children who are continuously reading the book of Psalms do not come out of the behavior of wrath, which is appropriate for the Old Testament, and come into ന്യായപ്രമാണം കോപത്തിന് ഹേതുവായേ വരൂ. അത് ന്യായപ്രമാണം ന്യായവിധിക്ക് വേണ്ടിയുള്ളതാണ്. The law brings God's wrath and it is meant for God's judgment. നമുക്ക് അങ്ങനെ ജീവിക്കണമെന്ന് അറിയാൻ സങ്കീർത്തനം തപ്പിയാ പോരാ, ലേഖനങ്ങൾ വായിക്കണം. So to understand how we should live, there is no use looking for it in the Psalms. We should be referring to the epistles. സങ്കീർത്തനത്തിലെ ദൈവിക സ്തുതികളെ നമുക്ക് സന്തോഷമായി സ്വീകരിക്കാം. We can accept God's praises seen in the book of Psalms. അതിനകത്തെ പ്രാർത്ഥനകളെ നമുക്ക് സന്തോഷമായി കാണാം. And we can accept the prayers joyfully seen in the book of Psalms. അതിനകത്തെ പ്രവചനങ്ങളെ നമുക്ക് പ്രവചനങ്ങളായി അംഗീകരിക്കാം. And we can accept the prophecies that are in the book of Psalms. പക്ഷേ അതിനകത്തെ ന്യായപ്രമാണത്തെ ന്യായപ്രമാണമായി തിരിച്ചറിയണം. But we should be able to recognize the verses that are relevant to the law only. അതുകൊണ്ട് പഴയ നിയമത്തിൽ മലാഖി വരെയോ സുവിശേഷങ്ങളിലെ അവസാനം വരെയോ നാം ഒരു വിഷയത്തെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ കാലിക പ്രസക്തിയുള്ള നിയമത്തിന്റെ കീഴിലേ അത് വ്യാഖ്യാനിക്കാവൂ. Therefore, when we read anything which is up to the book of Malachi or to the end of the Gospels, we should be able to understand to which period that passage is relevant. പുതിയ നിയമത്തിന് ദൈവമക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് സഭയെ എക്സ്ക്ലൂസീവായി ഫോക്കസ് ചെയ്ത് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ റോമാലേഖനം മുതലുള്ള പുസ്തകങ്ങളാണ്. So to tell us how we should live, the Church of God have been given the special books called the epistles that start from the epistle to the Romans. അത് രക്ഷിക്കപ്പെട്ടവരെ മാത്രം ലക്ഷ്യം വെച്ച് എഴുതിയതാണ്. And that is exclusively focused for those who are saved. അല്ലാതെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. And it is not written for those who are under the law. ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ യജമാനനും ദാസനുമാ ഉള്ളത്. Do you know what is the importance of the Old Testament? It is a relationship between the master and the slave. അതുകൊണ്ട് തന്നെ അവിടെ കമാൻഡ്മെന്റ്, കൽപ്പനയ്ക്കാണ് പ്രാധാന്യതയുള്ളത്. യജമാനന്റെ കൽപ്പന ദാസന്മാരോട്. Therefore, in that period, it is more important about what the master commands the slave. എന്നാൽ പുതിയ നിയമത്തിൽ യജമാനനും ദാസനും അല്ല, അപ്പനും മോനുമാ ഉള്ളത്. But in the New Testament, it is no longer master and slave, but it is a relationship between the father and the son. അതുകൊണ്ട് തന്നെ ഇവിടെ കൽപ്പനകളല്ല, അപ്പന് മക്കളോടുള്ള ഉപദേശങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. Therefore, it is not commandments that we see, but it is the instructions
that a father gives to his children. അതുകൊണ്ട് പുതിയ നിയമ കൽപ്പനകളല്ല ലേഖനങ്ങളിലുള്ളത്, പുതിയ നിയമ ഉപദേശങ്ങളാണ് ലേഖനങ്ങളിലുള്ളത്. Therefore, in the New Testament, we see the teachings, the instructions that are given in the epistles. അത് മനസ്സിലാകണമെങ്കിൽ വീണ്ടും ജനിക്കണം. To understand them, you should be born again. കർത്താവ് പറഞ്ഞു, എൻ ദൈവസന്തതിയായവൻ ദൈവശബ്ദം കേൾക്കുന്നു. The Lord Jesus said, he who is born of God hears the voice of God. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ കാലിക പ്രസക്തിയായ ശബ്ദം കേൾക്കണമെങ്കിൽ അവന്റെ ആടുകളായി അവന്റെ ശബ്ദം കേൾക്കാൻ പഠിക്കണം. So if you need to really hear God's voice that is appropriate for this period, you should be born again and be his sheep. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ വചനഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ റോമാലേഖനം മുതലുള്ള പുസ്തകങ്ങളാണ്. Therefore, if you ask what is the most significant books that are relevant for this time, it is the epistles that are starting from Romans. തെറ്റിദ്ധരിക്കരുത്, പഴയ നിയമം ദൈവവചനം അല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് നമ്മൾ അംഗീകരിക്കണം. Do not take me wrongly. I'm not saying that the Old Testament is not God's word. പഴയ നിയമത്തിന്റെ സകല പ്രവചനങ്ങളെയും ഈ കാലത്ത് നിവർത്തിയാകുന്നവയെയും നമ്മൾ അംഗീകരിക്കണം. We must accept all God's word in the Old Testament, and especially the prophecies that are being fulfilled in this time. വെളിപ്പെട്ട ദൈവിക ക്യാരക്ടറുകളെ നമ്മൾ അംഗീകരിക്കണം, കാരണം ദൈവത്തിന് മാറ്റം വരുന്നില്ല. We must also accept God's nature that is revealed in the Old Testament because it does not change. അതുകൊണ്ട് മാറ്റമില്ലാത്തവ അത് മാറ്റമില്ലാത്തതായി തന്നെ മനസ്സിലാക്കുക. സഭയോടുള്ള ആത്മീയ ആലോചന ഏതാണെന്ന് ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. So on one side, we have to understand the things of God that are eternal, but also we have to understand God's instructions to the church which is revealed in the epistles. ഈ നമുക്കറിയാം, ലേഖനങ്ങളിൽ അവസാനമായി കിടക്കുന്നത് യൂദയുടെ ലേഖനമെന്ന് പറഞ്ഞാലും വെളിപ്പാട് പുസ്തകത്തിലും നമുക്ക് സഭയോടുള്ള ദൂതുകളെ കാണാനുണ്ട്. Even though we see that the epistle of Jude is the last one, we can also see some instructions to the church in the book of Revelation. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ അങ്ങനെ നിരാകരിക്കുന്നൊന്നുമില്ല. Therefore, we do not put the book of Revelation into a different category. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, യേശു വന്ന തന്റെ സഭയെ ചേർത്തതിന് ശേഷം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞില്ലെങ്കിലും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. But we have to pay attention to one fact. Even though we do not know clearly about what happens after Jesus has taken his church from this world, we are not going to lose much. ഇവിടെ ഏത് കുതിരയാണ്, ഏത് കലശമാണ്, ഏത് കാഹളമാണെന്ന് അറിഞ്ഞില്ലേലും നമുക്ക് നിത്യജീവനെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാനില്ല. Even though we do not know clearly about which horse will come, which bowl is going to be poured out, we are not going to lose anything with relation to our eternity. എന്നാൽ എടുക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യം നാം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ ചിലതുണ്ട്. But if we do not know clearly about what is to happen before the rapture, we are going to lose something. നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനുണ്ട്. If we do not consider how we have to live, there is something we are going to lose. നാം എന്ത് ചെയ്യണമെന്ന് നാം അറിയാതെ പോയാൽ നമുക്ക് നഷ്ടപ്പെടാനുണ്ട്. If we do not know what we have to do, there is something we are going to lose. പക്ഷെ നമ്മൾ എന്താകുമെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമുക്കൊന്നും സംഭവിക്കാനില്ല. Even if we don't know clearly what we are going to become, we are not going to lose much. അതുകൊണ്ട് നാം ഇന്നതാകുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. നമുക്കൊന്നറിയാം, അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. Therefore it is written, we do not know yet what we will become, but we know that when we see our Lord as he is, we will become like him. അതുകൊണ്ട് നമ്മുടെ വചന പഠനം കാലിക പ്രസക്തിയുള്ള ലേഖനങ്ങളിൽ ആധാരമായിരിക്കണം. Therefore our Bible study should be focused on the epistles which are relevant to this period. നാം 3 കാലഘട്ടമായിട്ടാണ് തിരിക്കുന്നത്. We are dividing things into 3 different periods. ഒന്ന് പിതാക്കന്മാരുടെ കാലം. Firstly, it is the patriarchal period. 2 ന്യായപ്രമാണ കാലം അഥവാ പഴയ നിയമകാലം. Second, it's the period of law or the Old Testament പുതിയ period. നിയമകാലം അഥവാ കൃപയുടെ കാലം, അന്ത്യകാലം എന്നൊക്കെ പറയുന്ന ഈ കാലം. Thirdly, it is the New Testament period or the period of grace or the end times. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് നമുക്ക് വെളിപ്പെട്ട ഈ ഉപദേശത്തിൽ
നമുക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ സ്ഥിരത എന്നതാണ് വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കുക. So we are going to look at the endurance of the faith which has been revealed to us in this last period. ഒരു മുഖവുരയായി മാത്രം ഇന്നത്തെ ക്ലാസ് ഇരിക്കട്ടെ. Let this class only be an introduction to this topic. നിങ്ങളുടെ ഏത് വചന ധ്യാനത്തിനും ഈ കാലക പ്രസക്തി വെച്ചിട്ട് നിങ്ങൾ ധ്യാനിക്കുക. Any Bible meditation that you do, bear in mind what is the relevance to the period. നമുക്കറിയാം യാക്കോബ് തല കല്ല് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കും അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല എന്ന് ചോദിച്ചാൽ നമുക്കൊരു കാര്യം അറിയാം, അവന് പ്രമാണമില്ലായിരുന്നു. So if you ask that when Jacob set up a stone and poured oil and prayed for it, can I do the same? We should understand that in the time of Jacob there was no law. അതുകൊണ്ട് ഇന്ന് നാം നിൽക്കുന്ന ഈ കൃപയുടെ കാലഘട്ടത്തെ വെളിപ്പാടുള്ള ഒരു കാലമായി മനസ്സിലാക്കുക. Therefore, we should understand this period of grace in which we stand as a time of revelation from God. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുക. We should clearly know what it is that God is speaking to us in this time. അതുകൊണ്ട് തന്നെ നമ്മെ കുറിച്ചുള്ള ലക്ഷ്യം തിരിച്ചറിഞ്ഞ് നമുക്ക് ആത്മീക സ്ഥിരത കാണിപ്പാൻ കഴിയട്ടെ. Therefore, we should be able to discern what is God's purpose for us and we should be able to endure. കർത്താവ് അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസവും വിശ്വാസത്തിന്റെ സ്ഥിരതയും എന്ന വിഷയം കൂടുതൽ ചിന്തിക്കാം. In the coming days, as the Lord allows, we will think about faith and the endurance of faith. സമയാധികമായും തോന്നുന്നു, സോറി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആവശ്യമായ ആത്മീക ആലോചനയായി നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ ഇടയാകട്ടെ. May the Lord enable us to hear his voice which gives us spiritual nourishment. അതിന്റെ തലക്കെട്ട് ഇത്രയും വലുതാണ്, അടുത്തത് എന്താകുമെന്ന് ചിന്തിക്കേണ്ട. സമയത്തിന് നിർത്തിക്കൊള്ളാം, കുഴപ്പമില്ല. നമുക്ക് ചെരുപ്പിന്റെ സൈസിന് കാലിയെത്താം. Do not worry that the time will exceed in the coming days. May the Lord help us. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless us.